മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കാലതാമസം വന്നിട്ടില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിയുക്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെയായിരിക്കും മന്ത്രിമാരുടെ കാര്യത്തിലും ഉണ്ടാവുക എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് വിശാല രാഷ്ട്രീയ പാർട്ടിയാണ്. എല്ലാ തലത്തിലും ചർച്ച ചെയ്ത ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയൂ. കേരളത്തിലെ മാത്രം ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരെ കണ്ടെത്താൻ വേണ്ടി ഇതിലേറെ ദിവസം ചെലവഴിച്ചതായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്നതാണ് എനിക്ക് പറയേണ്ടത്. അത് നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതലുള്ള ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും കാലവിളംബം ഉണ്ടായെന്ന് പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് ഒരു വിശാലമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ജനാധിപത്യം പൂർണ്ണമായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിക്കൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും സമഗ്രമായ ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ കാലവിളംബം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാലവിളംബം ഉണ്ടായിട്ടില്ല. MLA-മാർ ആരെ പിന്തുണച്ചുവെന്ന കാര്യം AICC നേതൃത്വത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. 45 MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ടെന്ന കാര്യം അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് കോൺഗ്രസിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, കാരണം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മാത്രമേ അറിയുള്ളൂ എത്ര പേരുടെ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർക്കേ അറിയാൻ സാധിക്കുള്ളൂ. അതൊരു കോൺഫിഡൻഷ്യലായിട്ട് റിപ്പോർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് അത്ര കൃത്യമായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും KC വേണുഗോപാലിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം MLA-മാരും അതുപോലെ ജനപ്രതിനിധികൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനമെടുത്തത്. KC വേണുഗോപാലിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം നടത്താൻ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയില്ല. സൈബർ ആക്രമണം ആർക്ക് വേണമെങ്കിലും ചിലവില്ലാതെ എന്തും പറയാം. ഇകഴ്ത്തി സംസാരിക്കുന്ന രീതി ആരുടെ ഭാഗത്തു നിന്നായാലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനും നിയുക്ത മന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെയായിരിക്കും മന്ത്രിമാരുടെ കാര്യത്തിലും ഉണ്ടാവുക. സൈബർ ആക്രമണം ആർക്കും ചെയ്യാവുന്നതല്ലേ? അതിന് വലിയൊരു ചിലവൊന്നുമില്ലല്ലോ. എവിടെ ഇരുന്നുകൊണ്ടും ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാമല്ലോ. അങ്ങനെയൊന്നും നമ്മൾ നേതാക്കന്മാരൊക്കെ തന്നെ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും? എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കണം. ആരെക്കുറിച്ചാണ് അഭിപ്രായമുള്ളത് അഭിപ്രായം നമ്മുടെ മനസ്സിൽ വയ്ക്കണം. പക്ഷേ സൈബറിൽ അവരുടെ കഴിവുകളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇകഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സ്വഭാവം ആരുടെ ഭാഗത്തുനിന്നാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.